നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന് ചേരും. 11 മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം. ജയിൽ മേധാവിയും ജയിൽ DIGമാരും സൂപ്രണ്ടുമാരും യോഗത്തിൽ പങ്കെടുക്കും. ജയിൽ ഉദ്യോഗസ്ഥരെ കൂടാതെ ക്രമസമാധാന ചുമതലയുള്ള DGP, ആഭ്യന്തര സെക്രട്ടറി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. ജയിൽ സുരക്ഷ, ജീവനക്കാരുടെ കുറവ്, തടവുകാരും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് നൽകിയിട്ടുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യും. തിങ്കളാഴ്ചയാണ് യോഗം വിളിച്ചിരുന്നെങ്കിലും കണ്ണൂരിലെ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചത്. ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വക ബമ്പർ ലോട്ടറി. ഇൻസെന്റീവിൽ ഒറ്റയടിക്ക് വർധന. ആശാവർക്കർമാരുടെ ഇൻസെന്റീവിൽ ഒറ്റയടിക്ക് 1500 രൂപയുടെ വർധനവാണ് വരുത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയാണ് വർദ്ധിപ്പിച്ചത്. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിലാണ് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത്. മാർച്ച് 4 NHM യോഗത്തിൽ ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായാണ് കേന്ദ്രം അറിയിച്ചത്. ആശാവർക്കർമാരുടെ വിരമിക്കൽ ആനുകൂല്യം 20,000-ൽ നിന്ന് 50,000 ആക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇതും നമ്പർ 1 കേരളത്തിൽ. വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ പുതപ്പിൽ കെട്ടിച്ചുമന്നത് 6 കിലോമീറ്റർ. വട്ടവടയിൽ വത്സപ്പെട്ടി ഉന്നതിയിലെ R ഗാന്ധിയമ്മാളിനെയാണ് ചുമന്ന് മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത്. പാറയിൽ നിന്നും തെന്നി വീണാണ് ഗാന്ധിയമ്മാളിന് ഗുരുതരമായി പരിക്കേറ്റത്. പുതപ്പിൽ കെട്ടി 50 പേർ ചേർന്ന് വയോധികയെ ചുമക്കുകയായിരുന്നു. 2019 പ്രളയത്തിൽ തകർന്നതാണ് പ്രദേശത്തെ റോഡ്. ഇതുവരെയും നവീകരിച്ചിട്ടില്ല. അതേസമയം ആദിവാസി ഉന്നതിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ അനുവദിച്ചെന്നും റോഡിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ദേവികുളം MLA A രാജ പ്രതികരിച്ചു. ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂട്ടായി ശ്രമിക്കണമെന്നും MLA പറഞ്ഞു. വീടിന് മുകളിൽ മരം വീണു ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം. കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കൂത്തുപറമ്പ് കോളയാട് തെറ്റുമൽ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. രാത്രി ഉണ്ടായ കനത്ത കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണാണ് അപകടമുണ്ടായത്. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കനത്ത മഴ, ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. റെഡ് അലർട്ട്. മലയോര മേഖലയിൽ മഴ കനത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു. ജലവിധാനം ഉയർന്ന സാഹചര്യത്തിൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂവിസ് വാൽവ് തുറന്നു. ഇതോടെ ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഷോളയാർ ഡാമിൽ 96% വെള്ളം നിറഞ്ഞു. ഇതേ തുടർന്ന് ഷോളയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴ ഇനിയും കനത്താൽ ഷോളയാർ ഡാമിന്റെയും പെരിങ്ങൽകുത്ത് ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ട്. പുഴയോരവാസികൾ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കയില്ലെന്നും അധികൃതർ അറിയിച്ചു.